ജോസ് ടൈറ്റസിന്റെ ജീവിതം നാടകത്തിനുള്ളതാണ്. 6ാം ക്ലാസ്സിൽ ആരംഭിച്ച നാടക ജീവിതം 50ാം വയസ്സിലും തുടരുന്നു. അമച്വർ നാടകരംഗത്ത് നിന്ന് അഭിനയ ജീവിതം ആരംഭിച്ച ജോസ് ടൈറ്റസ് നാടകവും കവിതയുമായി തന്റെ ഉപാസന തുടരുകയാണ്. ആരു നീ എന്ന് ഞാൻ ചോദിച്ചതില്ല, നിൻ പേരു പോലും നീ പറഞ്ഞുമില്ലെങ്കിലും വല്ലായ്മയാർന്ന നിൻ നിൽപ്പുമാ മൗനവും എന്റെ ഈ കൈത്തണ്ടിൽ നീ വന്നു ബന്ധിച്ച ചെഞ്ചുവപ്പോലും ഈ രാഖിയും. കല ജീവിതമാകുമ്പോഴാണ് ആത്മാർത്ഥതയോടെ നമുക്ക് കലാരംഗത്ത് ഇടപെടാൻ കഴിയുക. അത്തരത്തിൽ കലയെ ജീവിതമായി കാണുന്ന ഒരാൾ ചവറയിലുണ്ട്. ചവറ കോവിൽത്തോട്ടം നെടുവള്ളിപുരയിടത്തിൽ ജോസ് ടൈറ്റസ് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് 1984 ഇദ്ദേഹം നാടകരംഗത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ 50ാം വയസ്സിലും അമച്വർ നാടകവേദിയിലെ സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം. നടനായും സംവിധായകനായും കവിയായും ഗാനരചയിതാവായും ഇദ്ദേഹം അമച്വർ നാടകരംഗത്ത് സജീവ സാന്നിധ്യമാണ്. നാടകത്തിൻ്റെ കഥകൾ പറയുമ്പോൾ നാടകം ഒരു ടീം സ്പിരിറ്റാണ്, ഒരു വൈകാരികമായ അനുഭവമാണ്. ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഗീവർഗീസും ജസ്ലിനും നെൽസനും ഒക്കെ ചേർന്ന് കൈവണ്ടിയിൽ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇവിടെ വരെ കട്ടൗട്ടർ ചുമന്ന് വലിച്ചു കൊണ്ടുവന്ന യാതനാപൂർണമായ നിമിഷങ്ങളെ ഓർക്കുന്നു. ആ യാതന ഞങ്ങൾക്ക് വല്ലാത്തൊരു ആനന്ദം നൽകിയിരുന്നു. കാരണം അരങ്ങിൽ വേഷപ്പകർച്ചയോടുകൂടി നിൽക്കുമ്പോൾ, സ്റ്റേജിൽ ലൈറ്റ് വീഴുമ്പോൾ, ഓഡിയൻസിന് മുമ്പിൽ ഇരുട്ടാകുമ്പോൾ അവരെല്ലാം തങ്ങൾ നോക്കി നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു വൈകാരികമായ അനുഭവമുണ്ട്. അതെല്ലാ നാടകക്കാർക്കും, ചെറുതും വലുതുമായ എല്ലാ നാടക പ്രവർത്തകർക്കും ഉള്ളതാണ്. നിരവധി സമിതികൾക്ക് വേണ്ടി നാടകമെഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ചു. 3 തവണ കൊല്ലം രൂപത ബൈബിൾ കലോത്സവ കലാപ്രതിഭയായിരുന്നു. ഞാൻ 6ാം ക്ലാസ്സിൽ വന്നു കയറിയ ഒരു പയ്യനാണെന്ന് ഓർക്കണം. ഏറ്റവും മികച്ച നടൻ. മരണത്തെ ഇത്ര തീവ്രമായി അവതരിപ്പിച്ചതിന് അയാൾക്ക് ജോസ് ടൈറ്റസിന് അവാർഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് മുതൽ ബെസ്റ്റ് ആക്ടർ ആകാനുള്ള ഇച്ഛാശക്തിയും നാടകം പഠിക്കാനുള്ള കൊതിയും എനിക്കുണ്ടായി. അന്നൊക്കെ ബാലരമ വായിച്ചു തുടങ്ങിയിരുന്ന ഞാൻ പതുക്കെ ലൈബ്രറിയിൽ ചെന്ന് നാടക പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങി. അങ്ങനെ ആ വായനയിൽ നിന്ന് പിന്നീട് 10ാം ക്ലാസ് വരെ തുടർച്ചയായി ഞാൻ ഈ സ്കൂളിലെ ബെസ്റ്റ് ആക്ടറായിരുന്നു. ഞാൻ പിരിയുന്നത് വരെ ആ സമ്മാനം എനിക്ക് തന്നെയായിരുന്നു. സ്കൂൾ യുവജനോത്സവങ്ങളിലും നിരവധി തവണ കുട്ടികൾക്ക് വേണ്ടി നാടകം എഴുതി സംവിധാനം ചെയ്ത് നൽകിയിട്ടുണ്ട്. കൊട്ടിയം CFTTCക്ക് 4 തവണ സ്കൂൾ യുവജനോത്സവത്തിൽ സംസ്ഥാനതലത്തിൽ നേട്ടം കൈവരിക്കാൻ ജോസ് ടൈറ്റസിന്റെ നാടകങ്ങൾക്ക് കഴിഞ്ഞു. പിന്നീട് പല സ്ഥലങ്ങളിലും നിരന്തരം നാടകങ്ങൾ കഴിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികൾക്ക് പല സന്ദർഭങ്ങളിലായി അന്തമറ്റ നാടകങ്ങൾ. തന്റെ നാടക കലാപ്രവർത്തനങ്ങൾക്കായി ഓർമ്മകളുടെ വയലറ്റ് പൂക്കൾ എന്ന പുസ്തകവും എഴുതി. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി തനത് നാടക വേദിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം യാത്ര ചെയ്യുകയാണ്. നാടകത്തിനൊപ്പം കവിതയുമുണ്ട്. കവിതകൾ പാടി നാടകത്തിനു വേണ്ടി ജീവിതം നീക്കിവെച്ച് ജോസ് ടൈറ്റസ് ഇപ്പോഴും യാത്ര തുടരുകയാണ്. മാനാപമാനങ്ങൾ എന്റേതുമാണെന്ന നേരിന്റെ ചുടർവെട്ടം എന്റെ ബോധത്തിലേക്ക് എറ്റിത്തെറിപ്പിച്ച് മിണ്ടാതെ പയ്യെ പടികളിറങ്ങുന്ന മൗനമൻ മനസ്സന്ധികൾ. ന്യൂസ് ബ്യൂറോ, ചവറ.